എല്ലാവർക്കും എൻ്റെ പൊൻവീണ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷൈല രാജൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ കഥാപ്രസംഗ മത്സരത്തിന് പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സംഗീതം, സാഹിത്യം, സൗകുമാര്യം എന്നിവ ചേർന്ന കഥാപ്രസംഗം. സംഗീതവും സാഹിത്യവും മറ്റെല്ലാം മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് കഥാപ്രസംഗം. മറ്റെല്ലാം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കഥ പറയുന്നതിനൊപ്പം അഭിനയം, ശബ്ദവിന്യാസം എന്നിവ സമന്വയിപ്പിച്ച് പറയണം. ശബ്ദഗാംഭീര്യം, വികാരനിർഭരമായ ആഖ്യാനം, ഉചിതമായ ഗാനങ്ങൾ, ശബ്ദവ്യത്യാസം വരുത്തി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കലാണ് കഥാപ്രസംഗത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. സംഭാഷണങ്ങൾ കൃത്യതയോടും വ്യക്തതയോടും പറയണം. ഹാർമോണിയം, തബല, ഗഞ്ചിറ എന്നീ വാദ്യോപകരണങ്ങളാണ് കഥാപ്രസംഗത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. സദസ്സിനെ ആകാംക്ഷയോടുകൂടി കഥയിൽ പിടിച്ചിരുത്തണം. അതാണ് ഒരു കാഥികന് വേണ്ടത്. ഇനി നമുക്ക് സ്കൂൾ കലോത്സവത്തിലെ കുട്ടികൾക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. സ്കൂൾ കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൻ്റെ മത്സരം LP സെക്ഷന് ഇല്ല, കഥാപ്രസംഗ മത്സരമില്ല. UP സെക്ഷൻ സബ് ജില്ലയിൽ മത്സരിക്കുന്നു, അവിടുന്ന് ജില്ല വരെയും പോകുന്നു. ഹൈസ്കൂൾ വിഭാഗം സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്കും അവിടുന്ന് സ്റ്റേറ്റിലേക്കും പോകുന്നു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗവും സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് പോകുന്നു, അവിടുന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ 20 മിനിറ്റിനുള്ളിൽ നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിക്കണം. 5 കുട്ടികൾക്ക് വരെ പങ്കെടുക്കാം. പക്കമേളക്കാരും പിന്നണിയും എല്ലാം കൂടെ 5 കുട്ടികൾക്ക് പങ്കെടുക്കാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഥ പറയുന്ന കുട്ടിയുടെ ശ്രുതി ഏതാണ് ആ ശ്രുതി ഹാർമോണിയത്തിനും തബലയും ശ്രുതി ചേർക്കണം. ഇപ്പം ആ കുട്ടിയുടെ ശ്രുതി 5 കട്ടയാണെങ്കിൽ ഹാർമോണിയം 5 കട്ടയ്ക്ക് ശ്രുതി ചേർക്കണം, തബലയും 5 കട്ടയിൽ ശ്രുതി ചേർക്കണം. അത് വളരെ പ്രാധാന്യമാണ്. അതേപോലെ തന്നെ ആ കുട്ടി കഥ പറയുന്ന ആ ശ്രുതിയിൽ തന്നെ ആയിരിക്കും അതിൽ പാടുന്ന പാട്ടും. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പ്രപഞ്ച രഹസ്യങ്ങളെ അനാവരണം ചെയ്യുവാൻ ജീവിതവും ഹോമിച്ച മാനവകുലത്തിന് മഹിതോദാരമായ യുവപ്പിറവികൾ സമ്മാനിച്ച ശാസ്ത്രകാരന്മാർ നമുക്ക് ആരാധ്യരാണ്. ലോകമെമ്പാടും ദശചന്ദ്ര വർഷമായി ആദരിച്ച ഈ വേളയിൽ ഓരോ മനസ്സിലും ഉയരുന്ന ഒരു പേരുണ്ട്. അതെ, മാഡം ക്യൂറി. ഊർജതന്ത്രത്തിലും രസതന്ത്രത്തിലും 2 തവണ നോബൽ സമ്മാനം നേടിയ ആ മഹാപ്രതിഭയെ വിഖ്യാത ശാസ്ത്രകാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെ: ലോകമെക്കാലവും തലകുമ്പിടേണ്ട പുണ്യജന്മം. അതെ, നമുക്ക് ആദരപൂർവം അനുസ്മരിക്കാം ആ ജീവിത മുഹൂർത്തങ്ങൾ. കുഞ്ഞു സൂര്യനൊരായിരം പവിഴങ്ങളാകുകയോ, അന്ധകാരികൾ വീണ വായിച്ചാൽ നദി കുലുങ്ങുകയോ. ഞാനിത് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. അതെ, ആദരപൂർവ്വം അനുസ്മരിക്കാം നമുക്ക് ആ ജീവിത മുഹൂർത്തങ്ങൾ. അപ്പൊ ആ ശ്രുതിയിൽ തന്നെ, ആ കഥ പറയുന്ന ശ്രുതിയിൽ തന്നെ പാടണം. കുഞ്ഞു സൂര്യൻ, അല്ലാതെ ആദരപൂർവ്വം അനുസ്മരിക്കാം ജീവിത മുഹൂർത്തങ്ങൾ, കുഞ്ഞു സൂര്യനോര, അങ്ങനെ പാടുന്നത്. അപ്പൊ കറക്റ്റ് ശ്രുതി അറിയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞ് പാടിത്തന്നത്. നമ്മൾ പറയുന്ന ശ്രുതിയും പാടുന്ന ശ്രുതിയും ഒന്നായിരിക്കണം. അതുപോലെ തന്നെ ഹാർമോണിയത്തിന് പകരം നിങ്ങൾ ഒരു കാരണവശാലും കീബോർഡ് ഉപയോഗിക്കരുത്. നിങ്ങളുടെ മാർക്ക് കുറയും. ഇത് മത്സരമാണ്.
അതന്നെ സംഭാഷണങ്ങളും വിവരണങ്ങളും കോർത്തിണക്കി നല്ല മനോഹരമായ രീതിയിൽ പറയണം. അതേ കഥയിൽ വരുന്ന കോപം, ശൃംഗാരം, പിന്നെ സന്തോഷം, പിന്നെ ദേഷ്യം, അതെല്ലാം ഈ കാതികന്റെ കഥാപാത്രത്തിനനുസരിച്ച് കാതികന്റെ മുഖത്ത് വരണം. എന്നിട്ട് നിങ്ങൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ നിങ്ങൾക്ക് നല്ല സ്ഥാനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നല്ല കഥ, ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റിയുള്ള കഥ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ